വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മോർണിംഗ് വാക്കിങ്ങിനെ തുടരുകയാണ്. നമ്മളുള്ളത് മലയാറ്റൂരാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വൈകി വന്ന പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പറയുന്നു, മലയാറ്റൂർ നമ്മളുള്ളത് മലയാറ്റൂർ മലയ്ക്ക് താഴെ അടിവാരത്താണ്. അടിവാരത്തിലുള്ള തടാകം, ആ തടാകത്തെ ചുറ്റിയുള്ള ഒരു വലിയ നക്ഷത്ര കൂട്ടങ്ങൾ അതിങ്ങനെയുണ്ട്, ഇത്തവണയുണ്ട്. അത് എല്ലാ വർഷവും ഈ സീസണിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ക്രിസ്മസിന്റെ സമയമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മൂഡാണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അതെ. ഒപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടെ വേണം. തടാകത്തിന് ആഴം കൂടുതലായതിനാൽ വെള്ളത്തിൽ ഇറങ്ങുകയോ സുരക്ഷാ കൈവരികളിൽ ഇരിക്കുകയോ ചെയ്യരുതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് അവധിക്കാലമൊക്കെയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും ആ സമയത്ത് പുറത്തൊക്കെ ഇറങ്ങി ജലാശയങ്ങളിലേക്കൊക്കെ. മാത്രമല്ല, എനിക്ക് തോന്നുന്നു നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ വലിയ തിരക്കുണ്ടാവും. സ്വാഭാവികമായിട്ടും ക്രിസ്മസ് ദിനമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ലേക്കിലേക്കൊക്കെ ഇറങ്ങാൻ പാടില്ല എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട് അധികൃതർ. അത് കണ്ടോ, ആ കിളികൾ ഇങ്ങനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പറക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മുടെ വിഷ്ണു ഉദയൻ വിചാരിക്കണം. വിഷ്ണു, ആ കിളികളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. വിഷ്ണു ഇത് എന്ത് പകർത്തണം, എന്ത് കാണിച്ചു കൊടുക്കണം എന്ന കൺഫ്യൂഷനിലാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ പെട്ടെന്ന്. കേരളത്തിൽ ആണവ നിലയത്തിനുള്ള സാധ്യതയുണ്ടോ എന്നും ആണവ നിലയത്തിന് സ്ഥലം കണ്ടെത്താൻ സാധിക്കുമോ എന്നും കേരളത്തോട് കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറയുന്നു. മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയുമായി കോവളത്ത് നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ വിഷയം ഉയർന്നിരിക്കുന്നത്. കേരളത്തിന്റെ കളത്തീരങ്ങളിലുള്ള തോറിയം ഉപയോഗിക്കാമല്ലോ എന്ന് മുഖ്യമന്ത്രിയോടും വൈദ്യുതി മന്ത്രിയോടും കേന്ദ്രമന്ത്രി ചോദിച്ചു. എന്നാൽ കേരളത്തിൽ സാമൂഹ്യ പിന്തുണയില്ലാതെ ആണവ നിലയം സ്ഥാപിക്കാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ആണവ നിലയം സ്ഥാപിക്കാൻ കഴിയുമോ എന്നും വൈദ്യുതി മന്ത്രി ചോദിച്ചു. അങ്ങനെ ആണവ നിലയം സ്ഥാപിച്ചാൽ അവിടേക്കുള്ള തോറിയം ഇന്ധനം കേരളത്തിന് നൽകാനാകുമെന്നും യോഗത്തിൽ വൈദ്യുതി മന്ത്രി അറിയിച്ചു. ചേച്ചി, ഇത് പറഞ്ഞപ്പോഴേ ഈ ആണവ നിലയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ നാടെന്ന് പറയുന്നത് കണ്ണൂരിൽ പയ്യന്നൂരിനടുത്ത് പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പെരിങ്ങോത്ത് ആണവ നിലയം വേണം എന്നൊരു അല്ലെങ്കിൽ വരുന്നു എന്നൊക്കെ എനിക്ക് എൻ്റെ ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്നു LP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. 90s 91 90 ആ കാലഘട്ടത്തിലാണ് ആണവ നിലയം പെരിങ്ങോത്ത് സ്ഥാപിക്കാൻ പോകുന്നു എന്ന രീതിയിൽ വരുന്നു. അന്ന് വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുന്നു. പെരിങ്ങോത്ത് നിന്നും തൂത്തുക്കുടിയിലേക്കൊരു സമരമൊക്കെ നടത്തിയത് എൻ്റെ ചെറിയൊരു ഓർമ്മയിലുണ്ട്. അന്നത് വലിയ വിഷയമായിരുന്നു. കാരണം അവിടെ ഇപ്പോൾ അതൊന്നുമില്ല, അത്തരം ആശങ്കകളൊന്നുമില്ല. പകരം അവിടെ ഇപ്പോൾ അപ്പൊ 1991 പ്രജിൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു എന്നാണ് നമ്മുടെ സനു പറയുന്നത്. ഞാൻ കൃത്യമായി പറഞ്ഞു, ഞാൻ അന്ന് LP ക്ലാസ്സിൽ പഠിക്കുകയാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 91. ഞാനന്ന് ജനിച്ചിട്ട് പോലും അപ്പൊ ഇപ്പൊ അവിടെ CRPF ട്രെയിനിങ് സെന്റർ ഒക്കെയാണ് ആ പ്രദേശത്ത്. അതായത് ആ ആണവ നിലയം വരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോ CRPF റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് സെന്റർ ഒക്കെയാണ്. അപ്പൊ അത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ വാർത്ത പറഞ്ഞപ്പോ. അപ്പൊ എന്തായാലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആണവ നിലയം വരുമ്പോൾ ജനങ്ങൾക്കുള്ള ആശങ്കയുണ്ട്. അതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചത്. അപ്പോൾ ഒരു ചെറിയ ഇടവേള വേണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഈ ലേക്കിനെ കുറിച്ചും ഈ ദേശത്തെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാം. നമ്മുടെ ഒപ്പം നാട്ടുകാരും ചേരും. അപ്പോ നമ്മൾ പോകുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ വിപണിയുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയർ വിപണി കീഴടക്കുകയാണ് തൃശ്ശൂരിന്റെ സ്വന്തം ജയിൽ കേക്കുകൾ. ആ ഒരു വെറൈറ്റിയാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ ഫ്രീഡം ഫുഡ് യൂണിറ്റിലാണ് രുചിയിലും ഗുണത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന കേക്കുകളുടെ നിർമ്മാണം നടക്കുന്നത്. മറ്റ് സെൻട്രൽ ജയിലുകളിൽ ഫുഡ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേക്ക് നിർമ്മാണം വിയ്യൂർ ജയിലിൽ മാത്രമാണ്. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന കേക്കുകളിൽ ഭൂരിഭാഗവും എസൻസുകളും പ്രിസർവേറ്റീവുകളും ചേർന്ന് നിർമ്മിക്കുമ്പോൾ വിയ്യൂരിലേത് യഥാർത്ഥ പഴങ്ങൾ ചേർത്തതാണ്. പ്രിസർവേറ്റീവുകളും ആൽക്കഹോളുമില്ല. അതുകൊണ്ടുതന്നെ കേക്കുകൾക്ക് 3 ദിവസം മാത്രമാണ് കാലാവധി. ബനാന, ഗ്രേപ്പ്, ക്യാരറ്റ് എന്നീ 3 ഫ്രൂട്ട് കേക്കുകൾ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ചും പ്ലം കേക്കുകൾ സ്ഥിരമായും ഇവിടെ നിർമ്മിക്കുന്നു. ജയിലിനു മുന്നിലെ ഫ്രീഡം ഫുഡ് ഷോപ്പിലൂടെയാണ് വിൽപ്പന. സീസണിൽ പ്രതിദിനം 50,000 രൂപയുടെ കേക്കുകൾ വിൽപ്പന നടത്തുന്നു.
തൃശൂർ കോർപ്പറേഷന് മുന്നിലെത്തുന്ന ജയിൽ വകുപ്പിന്റെ ഡെലിവറി വാനിൽ നിന്നും പൊതുജനങ്ങൾക്ക് കേക്കുകൾ വാങ്ങാം. പ്രത്യേക പരിശീലനം ലഭിച്ച തടവുകാരാണ് കേക്ക് നിർമ്മാണത്തിന് പിന്നിൽ. മറ്റു സ്ഥലങ്ങളിൽ കേക്കുകളെ സംബന്ധിച്ച് എസൻസ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ യഥാർത്ഥ ഫ്രൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നോ ആൽക്കഹോൾ ആണ്, നോ പ്രിസർവേറ്റീവ്സ് ആണ്, ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സ്വീകാര്യത ലഭിക്കാൻ കാരണം. സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഫ്രീഡം ഫുഡ് യൂണിറ്റിന്റെ പ്രവർത്തനം. ഈ മാസം മാത്രം 3 ടൺ കേക്ക് ഉത്പാദിപ്പിച്ച് വിപണനം നടത്താനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 24 തൃശൂർ. യെസ്, അപ്പോൾ അതാണ് തൃശൂർ വിയ്യൂർ ജയിലിൽ നിന്നുള്ള സ്പെഷ്യൽ ക്രിസ്മസ് കേക്കുകളുടെ കഥ. അതെ, അപ്പോ വിയ്യൂർ ജയിലിനെ പറ്റി പറയുമ്പോൾ മുമ്പേ പ്രജുനും പറഞ്ഞില്ലേ ഒരു പേഴ്സണൽ കാര്യം. എന്റെ ഞാൻ ജയിലിൽ ഇല്ല, പക്ഷെ അവിടുത്തെ അസിസ്റ്റന്റ് ജയിൽ വാർഡൻ എന്റെ കൂടെ BA എക്കണോമിക്സ് ബാച്ചിൽ ബിഷപ്പൂർ കോളേജിൽ പഠിച്ച ഗിരീഷാണ്. അപ്പൊ പെട്ടെന്ന് വിയ്യൂരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പ് അവിടെ കിടന്ന കാര്യമൊക്കെ പറയായിരുന്നു. പ്രേക്ഷകർ അറിയാത്തൊരു ചരിത്രം ഉണ്ടെങ്കിൽ അതും പറയണല്ലോ. അതെ അതെ, ഞാൻ തുറന്നു പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ലേക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. നമ്മുടെ നാട്ടുകാരുണ്ട്, മാത്രമല്ല ഈ പ്രോജക്റ്റുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. വരൂ. ശ്രീ വിൽസം മലയാറ്റൂരുണ്ട്, ഈ പ്രോജക്റ്റിന്റെ ഡയറക്ടറാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ പദ്ധതി അതെനിക്ക് തോന്നുന്നു 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് 2000 നക്ഷത്രം, ആദ്യമേ 2000 നക്ഷത്രമാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇത്രയും വലിയ തടാകത്തിന്റെ ഉള്ളിൽ 2000 നക്ഷത്രം ഇട്ടാലും ഒന്നും നടക്കില്ല. അപ്പൊ നമ്മളതൊരു 5015 നക്ഷത്രമാക്കി. അങ്ങനെ 5015 നക്ഷത്രമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ 10ാമത്തെ വർഷമാണ്. 10ാമത്തെ വർഷമാകുമ്പോൾ നമ്മൾ ഈ തടാകത്തിന് ചുറ്റുവിടുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം 10,024 നക്ഷത്രങ്ങളാണ്. ശരി, ഇങ്ങനൊരു ആശയം, ഇങ്ങനെ നക്ഷത്ര തടാകം എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങള് സുഹൃത്തുക്കളാണ്, ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഒരു 2014 ക്രിസ്മസിന്റെ ആ ഒരു ടൈമിലാണ് ഇങ്ങനൊരു ആശയം ഞാൻ ഇവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവരെല്ലാം പറഞ്ഞു, കൊള്ളാം, നമുക്ക് മുന്നോട്ട് പോകണം, നല്ലൊരു ആശയമാണെന്ന് പറഞ്ഞു. അങ്ങനെ 2014 തന്നെ നടക്കില്ല. 2015 ഞങ്ങൾ ജനകീയ വികസന സമിതി എന്ന് പറഞ്ഞൊരു സംഘടന ഞങ്ങൾ ഫോം ചെയ്തു. അതിന്റെ ചെയർമാനാണ് അദ്ദേഹം, സിജു തോമസ്. സിജു, ഇദ്ദേഹം ആർട്ടിസ്റ്റ് ജോയ് മഞ്ഞളിയാണ്. അദ്ദേഹം ഇവിടുത്തെ ഇൻവെസ്റ്റേഷൻ വർക്കുകളൊക്കെ ഇദ്ദേഹമാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ഞങ്ങളുടെ ചെയർമാനാണ്. ഞാൻ ഈ പ്രോജക്ട് മുഴുവനും ഒരു ഇതിലാണ് പോകുന്നത്. അതെ, എന്നൊക്കെയല്ല ഇവരെല്ലാവരും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 40ഓളം ചെറുപ്പക്കാരുടെ പ്രയത്ന ഫലമാണ് സാർ ഈ പരിപാടി. കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, ഒരു മതസമുദായം, എല്ലാവരും ഒരുമിച്ച് ഈ ജനകീയ മുന്നേറ്റമാണ് ഇതിന്റെ പിന്നിലുള്ളത്. 110 ഏക്കർ വിസ്തൃതിയിലുള്ള തടാകമാണത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ തടാകമായിരിക്കണം ഇത്. ചുറ്റുമാണ് 10,024 നക്ഷത്രങ്ങൾ ഇടുന്നത്. ക്രിസ്മസ് സമയത്താണ്. നമ്മൾ ഡിസംബർ 25 മുതൽ ഡിസംബർ 31 വരെയാണ് ഇതിന്റെ ഇത്. പിന്നെ 1-ാം തീയതി കൂടി നമ്മൾ ഈ വർഷം, കഴിഞ്ഞ വർഷം മുതൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒത്തിരി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സമയത്ത് വരുന്നത് ഈ ക്രിസ്മസ് ഡേ 25 മുതൽ ജനം ഭയങ്കരമാണ്. നമുക്ക് ഇതിൽ നടക്കും. DJ പരിപാടിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നത്. DJ പരിപാടി അന്ന് പപ്പാഞ്ഞിയെ കത്തിക്കും. അവിടെ ഒരു 75 അടി ഉയരത്തിലുള്ള ഒരു പപ്പാഞ്ഞിയെ ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് 31-ന് കൃത്യം 12 മണിക്ക് കത്തിക്കും. നമുക്ക് ഈ കലാകാരനോട് ചോദിക്കാം, എന്താ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാ ചെയ്തത്? നമ്മുടെ മനസ്സിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലം കിടക്കുമ്പോൾ നമ്മളത് വെറുതെ പഴകി കളയണ്ടല്ലോ. അപ്പം എന്ന് ഓർത്തിട്ട് നമ്മളതിൻ്റെ ഇന്നിപ്പോൾ വേറൊരു വെറൈറ്റി ഒരു ഐറ്റം നമ്മുടെ ഈ തടാകത്തിലേക്ക് മൂവുണ്ട്. അത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അത് 25-ാം തീയതി നമ്മൾ വിളിക്കുന്നില്ല, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ ഇങ്ങനെ ഇവിടെ എത്താൻ സാധിച്ചാലും ഇത് കാണാൻ സാധിച്ചാലും കാരണം ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ വിഷ്വൽസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് മോർണിംഗ് വാക്ക് ഇന്ന് നടത്താം എന്ന് കരുതി ഇങ്ങോട്ട് വന്നത്. എന്തായാലും 24 ചാനൽ ഞങ്ങളുടെ ഈ പരിപാടി ഇങ്ങനെ വിഷ്വൽ ചെയ്യാൻ വന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ, പ്രത്യേകിച്ച് ഇതിന്റെ ബോസ്, അവരെയൊക്കെ ഞങ്ങൾ സന്തോഷത്തോടെ എല്ലാ കടപ്പാടും നന്ദി അറിയിക്കുകയാണ്. എന്തായാലും ഇനി വരും വർഷങ്ങളിൽ ഭംഗിയായിട്ട് കുറച്ചുകൂടെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അതാണ് ഇപ്പം കൃത്യമായി എന്താണ് ഈ പ്രോജക്റ്റ് എന്നും അതിനെക്കുറിച്ച് അതെങ്ങനെ വന്നു എന്നൊക്കെ കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് അറിയുന്നു. എന്തായാലും നമ്മൾ കണ്ടതേ നേരത്തെ 5 മണിക്ക് നമ്മുടെ എത്തിയപ്പോൾ 5:30 നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നടക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഈ തടാകത്തിന് ചുറ്റും വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ?
അതുപോലെ തന്നെ ഈ പാർക്കുണ്ട്, അവിടെ ഒരു പബ്ലിക് ജിമ്മുണ്ട്. അവിടെ പബ്ലിക് ജിമ്മിൽ എക്സർസൈസിനായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർ ഒരേ മനസ്സോടുകൂടെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നു. അവരുടെ തന്നെ ആരോഗ്യവും അവരുടെ ചുറ്റുപാടുമുള്ളവരുടെ ആരോഗ്യവും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഞങ്ങൾക്കൊക്കെ ഈ ചെറുപ്പത്തിലെ കരോൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പഠനത്തെക്കാളിലും പരീക്ഷയെക്കാളിലും ഒക്കെ പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കൾ. ശരി ശരി ശരി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. കോട്ടയം ജില്ലയിലെ മലയോര ഗ്രാമമായ ഇരുമാപ്ര കൊള്ളാല്ലേ അത്? അതെ, 2 മാപ്രകൾ എന്നല്ലല്ലോ. പ്രേക്ഷകരുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇരുമാപ്ര എന്ന സ്ഥലപ്പേരാണ് കേട്ടോ. അവിടെ കാരൽ ഗാന പരിശീലനത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ ഉള്ളത്. 100 വർഷത്തിലധികമായി ക്രിസ്മസ് രാവിൽ കാരൽ പാടുന്നതിനായി ഇവർ തയ്യാറെടുക്കാറുണ്ട്. രാത്രികാലങ്ങളിൽ പാറപ്പുറത്തും വീട്ടുമുറ്റത്തും എല്ലാം കൂടി ചേർന്നിരുന്നാണ് ഇവർ ഗാനം പരിശീലിക്കുന്നത്. പൊളി. ഡിസംബർ മാസ രാത്രികൾ ഇരുമാപ്ര എന്ന മലയോര ഗ്രാമത്തിൽ ഇങ്ങനെയാണ്. വീട്ടുമുറ്റത്തും പാറപ്പുറങ്ങളിലും വഴിയോരത്തുമെല്ലാം ക്രിസ്മസിനെ വരവേൽക്കാൻ അവർ കരോൾ പാടി പരിശീലിക്കുകയാണ്. എൻ്റെ ചെറുപ്പമായ അന്ന് കാറ്റൊക്കെ ഭയങ്കര കാറ്റാണ്, തണുപ്പും നല്ല തണുപ്പും ഇതെല്ലാം തകിച്ച് ഞാൻ ചേട്ടനും ചൂട്ടും കെട്ടി പോവും. ഇടയ്ക്ക് ചൂട്ടൊക്കെ കെട്ടും, എന്നാലും ഞങ്ങൾ പാഠസ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ 10-30 പേരുണ്ട്. അത് പിന്നെ പാട്ട് അങ്ങ് തുടങ്ങുകയാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഒരു 5 വയസ്സുള്ളപ്പം മുതൽ നടക്കാൻ ഉള്ള സമയം മുതൽ ഞാൻ ഈ പാട്ടിനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ ഏരിയ ആയതുകൊണ്ട് കിലോമീറ്ററുകൾ നടക്കണം. ആരും ഇതിൽ നിന്ന് മാറി നിൽക്കില്ല. എല്ലാവരും ഇതിന്, കുഞ്ഞു പിള്ളേർ വരെ ഈ പാട്ടും ചണ്ടേടിയും കേൾക്കുമ്പം ഓടിയെത്തും ഇവിടെ. 100 വർഷത്തിലധികമായി ഈ പാട്ട് പരിശീലനം ക്രിസ്മസ് കാലത്ത് ഇവർ നടത്താറുണ്ട്. പൂർവികർ ആരോ തുടങ്ങി വെച്ച ഒരു ശീലം എല്ലാ കാലത്തും ഇവർ തുടർന്നു പോരുകയായിരുന്നു. ഇപ്പോൾ 5 ഭാഗങ്ങളായി തിരിഞ്ഞാണ് പാട്ട് പരിശീലനം ഇവർ നടത്തുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കളും ഭാര്യമാരും പിള്ളേരും എല്ലാവരും കുഞ്ഞു വന്ന് എല്ലാ ദിവസവും വന്ന് സഹകരിച്ച് പാട്ട് പാടുന്നുണ്ട്. ഡെമി സെമി സബ്സെൻറ്റീനിയൽ എന്ന് പറയുന്ന 175ാമത്തെ വർഷത്തിലേക്ക് സഭ പോവുകയാണ്. എന്നാലും ഈ പാട്ടൊക്കെ നമ്മൾ പഴയ ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേൾക്കുമ്പം തന്നെ അതറിയാം. ഇവിടുന്ന് എവിടെ ജനങ്ങൾ പുറത്തു പോയാൽ പോലും 24-ാം തീയതിയും 25-ാം തീയതിയൊക്കെ അവർ ഈ ഭവനത്തിലേക്കെല്ലാം വരും. അവരുടെ ഒരു സന്തോഷം. നാടിൻ്റെയും സഭയുടെയും ദേശത്തിൻ്റെയും ഉത്സവമാണ്. എല്ലാ വർഷത്തെയും പോലെ ഇരുമാപ്രക്കാർ ഇത്തവണയും ഒരുങ്ങിക്കഴിഞ്ഞു ക്രിസ്തുമസിനെ വരവേൽക്കാൻ. ലോകമെങ്ങും ശാന്തിയും സമാധാനവും നൽകിയ ആ തിരുപ്പിറവിയുടെ ഓർമ്മ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇരുമാപ്രക്കാർ. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പൊ മൊത്തത്തിൽ നാട് മൊത്തം ക്രിസ്മസിന്റെ ഒരു മൂഡിലേക്ക് വന്നു അല്ലേ? അതെ, ടോബിയുടെ റിപ്പോർട്ട് എന്തായാലും അതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അതെ, നമ്മൾ നടന്ന് ഈ അടിവാരത്തോട് നടന്നപ്പോ പെട്ടെന്ന് ഇവിടെ വലിയൊരു ആൾക്കൂട്ടം. എന്താണ് ഈ ആൾക്കൂട്ടം അത് നോക്കാം, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? എല്ലാ നാട്ടുകാരുണ്ടല്ലോ ഇവിടെ. എന്താ പരിപാടി? എന്താ സംഭവം? എന്താ ഇവിടെ ക്രിസ്മസിന്റെ ആരംഭം? എല്ലാ ഞങ്ങൾ ഇവിടെ മോർണിംഗ് വാക്കേഴ്സ് എല്ലാ ദിവസവും നടക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ. ഇന്ന് നിങ്ങളുടെ എല്ലാവരും നാട്ടുകാരാണോ? അല്ലല്ല, പല സ്ഥലത്തു നിന്ന് ചുറ്റുപാടുള്ള ആൾക്കാരാണ്. ഇവിടെ മലയാറ്റൂർ ഹിരുവാലി, ലയൺസ് ക്ലബ് ഓഫ് മലയാറ്റൂർ ഹിരുവാലി, മോർണിംഗ് വാക്ക് ടീം ഇൻസ്പയർ, പിന്നെ മഞ്ഞപ്ര ജിം, നിങ്ങളുടെ ഒരു ആരവം ഒന്ന് കേട്ടാലോ? ഹാപ്പി ക്രിസ്മസ്! കുറച്ച് പൊടി മക്കളുണ്ട് ഇവിടെ. ചോദിച്ചോ.
ക്രിസ്മസ് ആഘോഷമാണോ? കേക്ക് കട്ട് ചെയ്തോ? കേക്ക് കട്ട് ചെയ്യാൻ ഗംഭീര ആഘോഷമാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ മോർണിംഗ് വാക്കിൽ വന്നതാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു തിരക്കൊക്കെ കണ്ടത്. എന്താണെന്ന് അറിയാൻ കയറിയതാണ്. ക്രിസ്മസ് പാപ്പയുണ്ട്. അപ്പൊ വിശേഷം അറിയേണ്ടത് ഇവിടുന്നാണ്. എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തോ? സമ്മാനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ കൊടുന്നേക്കാണ്. എല്ലാവരും ഞങ്ങൾ നറുക്കെട്ടെടുത്ത് സമ്മാനം കൊടുക്കും. ഞങ്ങൾ കേക്ക് കട്ടിങ് ഫസ്റ്റ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണത്. ആദ്യത്തെ തവണ അല്ല, 10-12 വർഷത്തോളമായി ക്രിസ്മസ് ഇങ്ങനെ എത്തി. ആ സമയത്താണ് ആഘോഷം നടക്കുന്നത്. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത് ഈ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഞങ്ങൾ ആഘോഷിക്കാനായിട്ട്. റാം ഉണ്ടായിരുന്നു, പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രാവശ്യം നമ്മുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി അത് ശരിയാക്കിയില്ല. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് ശരിയാവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇത് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല. ആഘോഷിക്കുന്നു. ഒരു സ്പെഷ്യൽ കൂട്ടായ്മയാണ്. നമ്മൾ മോർണിംഗ് വാക്കിന്റെ സമയത്താണ് ഇവരെയൊക്കെ കണ്ടത്. അപ്പൊ കാണാൻ സാധിച്ചതിലും നിങ്ങൾ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് ഒരു ബ്രേക്ക് പറഞ്ഞാലോ? നമ്മൾ ലൈവ് ആണ് ഇപ്പൊ, ലൈവ് ഷോ ആണ്. അപ്പൊ ഒരു ബ്രേക്ക് പറയാം. ക്യാമറ നോക്കട്ടെ, ബ്രേക്ക് പറയാമോ? യെസ്. അപ്പോ ഭയങ്കര വൈബിലാണ് നമ്മൾ. ക്രിസ്മസിന്റെ ഒരു മൂഡിലാണ്. വലിയ സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ഈ അടിവാരത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു കൂട്ടായ്മയെ കണ്ടത്. ഇവരുടെ സെലിബ്രേഷൻ നടക്കുന്നു. അപ്പൊ ഒരു പാട്ടിൽ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് പൊളിക്കാം അല്ലെ? നമ്മുടെ രണ്ട് മിടുക്കി കുട്ടികളുണ്ട്. പേരെന്ന് പറഞ്ഞേ? അപ്പൊ പാട്ട് റെഡിയാണോ? ഒരു ക്രിസ്മസ് സോങ് ആയാലോ നമുക്ക്? എല്ലാവരും ചേർന്ന് പാടല്ലോ അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ തുടങ്ങാം. wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. യെസ്, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഫ്രം all these people. അപ്പൊ ഉറക്കെ എന്ന് പറഞ്ഞാ മെരി ക്രിസ്മസ്. അപ്പൊ അടിപൊളി കേട്ടോ. നിങ്ങളുടെ ഐഡിയയും ഒക്കെ കൊള്ളാം. അപ്പൊ ഇത് ഇനിയുള്ള വർഷങ്ങളിൽ തുടരട്ടെ. എല്ലാവിധ ആശംസകളും. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെരി ക്രിസ്മസ്. പിന്നെ ഉറപ്പല്ലേ? നമ്മൾ ലൈവില് നിൽക്കുവാണ്. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഓക്കെ, നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുത്ത ശേഷം തിരിക്കാൻ നിങ്ങളിലേക്ക് എത്താം. നമുക്ക് റിപ്പോർട്ട് കൊടുക്കാറുണ്ട് അടിയന്തരമായും. ആ റിപ്പോർട്ടിലേക്കാണ്. യെസ്. അപ്പോ ഈ വിഖ്യാത സംഗീതജ്ഞൻ സക്കീർ ഹുസൈന്റെ തബല ഉണ്ടാക്കിയിരുന്നത് എവിടെയാണെന്ന് അറിയാമോ സക്കീർ ഭായിക്ക്? അത് മുംബൈയിലാവാനാണ് സാധ്യത. നമുക്ക് നോക്കാം. അതിനുള്ള ഉത്തരം മുംബൈയിലെ കാഞ്ചൂർ മാർഗിലുണ്ട് എന്നാണ് നമ്മുടെ ശ്രീനാഥ് ചന്ദ്രൻ പറയുന്നത്. സാക്കിർ ഹുസൈനും അദ്ദേഹത്തിന്റെ പിതാവ് അല്ലാ റഖിക്കും വേണ്ടി തബലകൾ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദ്യം ഒറ്റ ഉത്തരമാണ്. അത് ഹരിദാസ് വാഡ്കർ. നമുക്കറിയാം റിപ്പോർട്ടിൽ. സംഗീത വഴിയിൽ സാക്കിർ ഹുസൈൻ ലോകം കീഴടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തബലകൾ ജന്മമെടുത്ത ഇടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കാഞ്ചൂർ മാർഗിലെ ഹരിദാസ് വാഡ്കറിൻ്റെ നിർമ്മാണശാല. ജോലി തിരക്കിലാണ് ഹരിദാസ് വാഡ്കറും ഒപ്പമുള്ള സഹായികളും. സ്വദേശത്തും വിദേശത്തേക്കുമെല്ലാമായി 100 കണക്കിന് തബലകളാണ് തയ്യാറാവുന്നത്. പക്ഷേ തൻ്റെ ഏറ്റവും പ്രശസ്തനായ ഉപയോക്താവിൻ്റെ വിടപറച്ചിൽ ഉൾക്കൊള്ളാൻ ഇതുവരെ ഹരിദാസിന് കഴിഞ്ഞിട്ടില്ല. जीवन भर जब तक मैं तबला बजाऊंगा तब तक मैं हरिदास जी से ही तबला बना के लूंगा और वही तबला बजाऊंगा. ऐसा लेटर है मेरे पास उनका दिया हुआ. 3 മാസം മുമ്പാണ് സാക്കിർ ഹുസൈനെ ഒടുവിൽ നേരിൽ കണ്ടത്. എണ്ണമറ്റ തബലകളാണ് പുതിയതും അറ്റകുറ്റപ്പണി നടത്തിയുമെല്ലാം നൽകിയത്. 1-2 बार आए हैं, हम उनको नहीं आने देते थे क्योंकि पब्लिक बहुत जमा होती है ना. हाँ, वो डिस्टर्ब होता है, इसलिए 1-2 बार खाली ऐसा चरण स्पर्श हमने उनसे करवाया है दुकान में, क्योंकि ये रोजी रोटी है और वो भगवान है मेरे. इसलिए भगवान को बुलाना और एक बार चरण स्पर्श होना ये हमने किया है. हमको पसंद था. जाकिर भाई बार बार आए, लेकिन पब्लिक ऐसा होने नहीं देती है, इसीलिए हम ज़्यादा उसमें नहीं इंटरेस्ट रखते थे. लेकिन हम लोग उनको उनके घर जाते थे. ആദ്യം അള്ളാറഖയ്ക്ക് വേണ്ടിയാണ് തബല നിർമ്മിച്ച് നൽകിയിരുന്നത്. 98 മുതൽ മകൻ സാക്കിർ ഹുസൈന് വേണ്ടിയും നിർമ്മിച്ചു തുടങ്ങി. പരമ്പരാഗതമായി തബല നിർമ്മാതാക്കളാണ് ഹരിദാസിന്റെ കുടുംബം. സാക്കിർ ഹുസൈനെ ദൈവതുല്യനായി കാണുന്ന ഒരു മനുഷ്യനാണ് ഈ ഹരിദാസ്.
വീണ്ടും ഒരിക്കൽ കൂടി സാക്കിർ ഹുസൈൻ്റെ ശബ്ദം കേൾക്കാൻ, അദ്ദേഹത്തെ നേരിൽ കാണാൻ, അദ്ദേഹത്തിനൊരു തബല സമ്മാനിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള വേദനയിലാണ് അദ്ദേഹം ഉള്ളതും. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വെൽക്കം ബാക്ക്. അപ്പം മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ലേക്കിന് മുകളിലാണെന്ന് പറയാം അല്ലേ? അതെ, ലേക്കിന് മുകളിലാണ്. അവിടെ കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ്. അപ്പൊ ഇവിടെ നിന്നാണ് ചെറിയ ചെറിയ ബോട്ടുകളിലും ഒക്കെ ആൾക്കാർ വിനോദസഞ്ചാരത്തിന് എത്തുന്നവർ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ സന്നിധാനത്തേക്ക് ഒന്ന് പോവാം. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടക തിരക്കിന് നേരിയ കുറവ് എന്നൊരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. ഇന്നലെ 76,000 പേരാണ് ദർശനം നടത്തിയത്. തുടർച്ചയായി 4 ദിവസം 90,000-ന് മുകളിൽ തീർത്ഥാടകർ എത്തിയിരുന്നു എന്നതും ഓർക്കുക. അതെ, തിരക്ക് കുറഞ്ഞതോടെ മരക്കൂട്ടത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കിയിട്ടുണ്ട്. തങ്ക അങ്കി സന്നിധാനത്തെത്തുന്ന 25-നും മണ്ഡല പൂജ ദിവസമായ 26-നും കർശന നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കിയാലോ? BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മോർണിംഗ് വാക്ക് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 2 ഔട്ട്ഡോർ ഷൂട്ടുകൾ അല്ലെങ്കിൽ ഷോകൾ മാനേജ് ചെയ്യുന്ന നമ്മുടെ പ്രൊഡ്യൂസർ സനൂപ് കെവിക്ക് സമയം കൊടുക്കുന്നു. നമുക്ക് 3 കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പേരെന്താ? ഇവാനിയ, സാൻഡ്രിയ, ഇവാഞ്ചലി. ഇവിടെ തന്നെയുള്ളതാണോ? നടക്കാൻ ഇറങ്ങിയാണോ? അപ്പൊ നിങ്ങൾക്ക് അടുത്ത വർഷം ഗംഭീരമാക്കാൻ 24 ചാനൽ കാണാറുണ്ടോ? ഇഷ്ടമാണോ? അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 24 ചാനൽ നിങ്ങൾക്ക് വേണ്ടി അടുത്ത വർഷം ഗംഭീരമാക്കാൻ ഓരോ കലണ്ടർ സമ്മാനമായി നൽകുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ഇവാനിയ കുട്ടിക്ക്, രണ്ടാമത് സാൻഡ്രിയ കുട്ടിക്ക് ഹാപ്പി ന്യൂ ഇയർ, മൂന്നാമത് ഓക്കെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടിച്ചു പൊളിക്കുക, സ്കൂളിലൊക്കെ പോയി നല്ല കുട്ടികളായിട്ട് അല്ലേ? അപ്പൊ മെറി ക്രിസ്മസ്. താങ്ക് യു. യെസ്, അപ്പോൾ അതാണ് നമ്മളിന്ന് മലയാറ്റൂർ അടിവാരത്തേക്കാണ് നമ്മൾ എത്തിയത്. അപ്പം മോർണിംഗ് വാക്ക് പൂർത്തിയാവുന്നു.